മുമ്പ് അബ്ദുൽ ഗഫാർ മൗലവി എന്നും പറഞ്ഞ ഒരു കള്ള ബെടുക്കൂസ് മൻസിലുമായിട്ട് ഇറങ്ങി. അയാൾക്ക് ജീവൻ ടിവിയിലാണെന്ന് തോന്നുന്നു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെയും അടുത്തിരുത്തിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യിപ്പിക്കുക. അപ്പൊ ഒരു സ്ത്രീ ചോദിക്കുക, എല്ലാവരുടെയും ചോദ്യത്തിന് കക്ഷിയുടെ കയ്യിൽ ഉത്തരമുണ്ട്. ഭയങ്കര ഇന്റലക്ച്വൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഉസ്താദെ, എനിക്ക് 4 പെൺമക്കളുണ്ട്, ഭർത്താവ് മരിച്ചുപോയി, കെട്ടിച്ചു വിടാൻ ഒരു മാർഗവുമില്ല, എന്ത് ചെയ്യണം? ആ സൂറത്തുൽ ബക്കറ 2-ാം അധ്യായത്തിലെ 166-ാമത്തെ വചനം 4,04,444 തവണ ചൊല്ലിക്കൊള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ആളുടെ സമാനമായ രൂപത്തിലുള്ള ഉപദേശങ്ങളാണ്. വേറൊരു സ്ത്രീ, ഉസ്താദെ, എനിക്ക് റോസാ ചെടി വളരെ ഇഷ്ടമാണ്. ആ റോസാ ചെടിയില് ഇപ്പൊ റോസാ പൂ ഉണ്ടാകുന്നില്ല, അതിനെന്തെങ്കിലും ഒരു വചനം ഒന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ മണ്ടൻ എന്തെങ്കിലും ക്ണാപ്പത്തരം പറയും. അത് കേട്ട് വിശ്വസിക്കാൻ കുറെ ആളുകൾ. പിന്നീടാണ് വേറൊരു മലരം വന്നിട്ട് ദിക്ർ സ്വലാത്ത്, ഈ സ്വലാത്ത് എത്ര ചൊല്ലിയാലും നിങ്ങൾക്ക് പോസ്റ്റ് വഴി ചൊല്ലിയ സ്വലാത്ത് അയച്ചു കൊടുക്കാൻ ഒരു അഡ്രസ് ഒക്കെ വിട്ടിട്ട്, പിന്നീട് അയാൾ ഒരിടത്തിരുന്ന് ഓതും, ടിവിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെള്ളം വെക്കുക. അയാളുടെ മുമ്പിലുള്ള വെള്ളത്തിൽ ഊതിയാൽ മതി, ലോകത്തുള്ള സകലമായ ആളുകൾക്കും ആ തുപ്പലിന്റെ മഹത്വം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാനാണ്. ഇതൊക്കെ പൊളിച്ചടുക്കണ്ടേ? നിങ്ങളെ മതത്തെ വിറ്റ് പണമാക്കി മാറ്റുമ്പോൾ ആ വിവരക്കേട് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പിനെ ഇത് ബാധിക്കുന്നു എന്ന് മാത്രമല്ല, നിന്റെയൊക്കെ ആത്മീയ കച്ചവടങ്ങൾ. ഒരു മുടിവാപ്പ ഉണ്ടല്ലോ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിട്ടുള്ള നബിയുടെ ഒരു മുടിയും എടുത്തുകൊണ്ട് വന്നിട്ട് പള്ളിയുണ്ടാക്കി, പണപ്പിരിവ് നടത്തി, കോടികൾ ഉണ്ടാക്കി. എല്ലാ മനുഷ്യനും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഒരു തുണ്ട് തുണി, ഒരു സോക്സ് പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ചെറിയ ജീവിതത്തിനിടയിൽ മറ്റുള്ളവരെ തട്ടിച്ചും പറ്റിച്ചും കള്ളക്കഥകൾ പറഞ്ഞു വിശ്വസിപ്പിച്ചും പണമുണ്ടാക്കി, പോപ്പുലാരിറ്റി ഉണ്ടാക്കി, മഹാനായിട്ട് ഇവരിങ്ങനെ ഇവിടെ അങ്ങ് വാഴുവാണ്. അയാളുടെ അതേ പാത തന്നെ അയാളുടെ മകനും പിന്തുടർന്നു. മോൻ പറയണത് ലേസ് ഒക്കെ പൊരിക്കുന്നത് മണ്ണെണ്ണയിലാണെന്നാണ്. പുതിയ ശാസ്ത്രമാണ്. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ്, TV, മിക്സി ഇതൊക്കെ എടുത്തിട്ട് ഒരു കുഴി വെട്ടി മൂടാനെന്നാണ് കക്ഷി വന്ന്. കക്ഷി ഇത് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിലൂടെയാണ്. കണ്ടടേ, നമ്മളങ്ങനെയാണ്. അപ്പോ വേറൊരുത്തൻ, ഒരു നൂറെ ഹബീബ് കള്ളൻ. ഇവന്മാര് മൊത്തവും കള്ളന്മാരാ. ഒരു കള്ളൻ മറ്റൊരു കള്ളനെ പറയുന്നത് പോലെ ഉള്ളിത് കേട്ടോ ഇവന്മാരുടെ വിമർശനങ്ങൾ. അതായത് ഒരു കള്ളന്റെ മജ്ലിസ്, സ്ത്രീകളാണ് ഇതിനകത്ത് വീണു പോകണമെന്നെല്ലാം കേട്ടോ. അതിനകത്ത് ഇവൻ കുറച്ച് അത്ഭുത സിദ്ധികളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ ജീവിക്കാൻ ശ്രമിക്കും. അതായത് ക്യാൻസർ പേഷ്യന്റിന്റെ ആ ക്യാൻസർ രോഗമൊക്കെ മാറ്റുന്ന ചില ഉസ്താദുമാരുണ്ട്. ഇവന്മാരുടെ ഈ വിവരക്കേടുകളൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളോട് ഇവർക്ക് ഇത്രയധികം വിരോധം വരുന്നത്. അതായത് ലക്ഷക്കണക്കിന് വരുന്ന ക്യാൻസർ രോഗികളുടെ ക്യാൻസർ രോഗം മാറ്റുന്ന ഒരു ദിക്റുണ്ട്. അത് പക്ഷെ ആ ഉസ്താദിന്റെ വീട്ടുമുറ്റത്ത് ചെല്ലണം, എന്നാലേ ഉസ്താദ് അത് പറഞ്ഞു തരത്തുള്ളൂ നമുക്ക്. അങ്ങനെയൊക്കെയുള്ള ചില മലരന്മാരുണ്ട്. ഇവന്മാരെ എങ്ങാനും നമ്മൾ വിമർശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കിട്ടുന്നത് അത്രയും തെറിവിളികളാണ്. പ്രകാശം കൊണ്ട്, അവിടുത്തെ പ്രഭാവം കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സങ്കടം തീർത്ത ആയിരക്കണക്കായ ക്യാൻസർ രോഗികളുടെ രോഗങ്ങൾ അത്ഭുതകരമായി പോയാൽ, ജാറത്തിങ്കൽ പോയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. തങ്ങളവറുകളെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 10,000ങ്ങളുടെ ഇടയിലേക്ക് 10-35 ആംബുലൻസുകൾ സൈറൺ മുഴക്കി വരുന്നത് കാണാം. അതെവിടെയുള്ള രോഗികളാണെന്നറിയോ? അത്യാസന്ന നിലയിൽ ക്യാൻസറിന്റെ 4th സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്യാൻസർ ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡോക്ടർമാരുടെ മുന്നറിയിപ്പിന് അതാ വില കൽപ്പിക്കാതെ എന്റെ തങ്ങൾ പാപ്പാനെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ബായാർ സ്വലാത്ത് മജ്ലിസിലേക്ക്, അതുപോലെ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസിലേക്ക് ആംബുലൻസിലെത്തുകയാണ്. വന്നവരാണെങ്കിലോ 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളാണ്. 2 വൃക്കകളും തകരാറിലായി, ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ബായാർ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ ചിലരെ നിങ്ങൾക്ക് കാണാം, അതുപോലെ ജാറത്തിങ്കൽ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ കാണാം. 2 വൃക്കകളും തകരാറിലായി, ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും ബായാർ സ്വലാത്ത് മജ്ലിസിൽ എത്തുന്നുണ്ട്. അതുപോലെ ക്യാൻസറിന്റെ ഡോക്ടർ
ഡോക്ടർമാരെല്ലാം കൈവിട്ട് 4th സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ രോഗികൾ അതാ രോഗം ശമിച്ച് ബായാർ സ്വലാത്തിൽ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ബായാർ പോകണം മുഅ്മിനെ. ഈമാൻ എന്തെന്നറിയണമെങ്കിൽ, മഹബ്ബത്തിന്റെ അമൃതധാര എങ്ങനെയാണ് പെയ്തിറങ്ങുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്ന് ജാറത്തിങ്കലേക്ക് നിങ്ങൾ ചെന്ന് നോക്കണം. 10,000 രോഗികൾ ഒഴുകിയെത്തുകയാ, തിരിച്ചു പോകുന്നത് രോഗങ്ങളില്ലാതെയാ. അതുപോലെ പ്രിയമുള്ളവരെ, കുവൈറ്റിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് എന്ന് വേണ്ട, UAE-യിൽ നിന്ന്, UAE-യുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ബായാർ സ്വലാത്തിന്റെ അന്ന് ബായാറിലേക്ക് വരുന്നു. വീട്ടിലേക്ക് പോകുന്നില്ല, തിരിച്ചു നേരെ ഗൾഫിലേക്ക് പോകുന്നു. സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വരികയാ. ജാറത്തിങ്കൽ സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്രയോ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വരികയാ. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര പൗത്രനാ. അവിടുത്തേക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകതയാ. അതുകൊണ്ട് നീട്ടുന്നത്, സയ്യിദവറുകളെ ഇരുത്തിക്കൊണ്ട് നീട്ടി പറയുന്നത് ഇഷ്ടമില്ലെന്ന് എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ RCC, ക്യാൻസർ സെന്റർ, ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റണ്ടേ? ഇത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇസ്ലാം മതവിശ്വാസികളുണ്ട്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് അവർക്കൊരു അവയർനെസ് കൊടുക്കുക. ഇത് കള്ളന്മാരാണ്, ഇവര് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഈ മതത്തെ വിറ്റ് തിന്നുവാണ് എന്ന യാഥാർത്ഥ്യം പറയണ്ടേ. ഇയാളുടെ സലാത്തിലേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ ഉടനെ ക്യാൻസർ പേഷ്യന്റ് പിന്നീട് ഓടി രക്ഷപ്പെടുവാണ്. ഹോസ്പിറ്റലുകളിൽ നിന്ന് 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് പുറത്തു വിട്ടവരെയൊക്കെ ഇയാൾ ചികിത്സിക്കുവാണെന്ന്. സ്വന്തം പെണ്ണും പിള്ളയ്ക്ക് ചെലവിന് പോലും കൊടുക്കാത്തവനാണ് ഈ ബായാറ്. ഒരു കിളന്തിനെ കണ്ടപ്പോഴേക്ക് പെണ്ണും പിള്ളയും കളഞ്ഞിട്ട് ചെലവിന് പോലും കൊടുക്കാതെ സ്വന്തം മോൻ കാണാൻ ചെന്നിട്ട് മോനെ കാണാൻ പോലും സമ്മതിക്കാതെ സെക്യൂരിറ്റിയെ കൊണ്ട് ആട്ടി ഓടിപ്പിച്ചിട്ട് ഓടിപ്പോയവനാണിവൻ. ഒരു കിളന്തിനെ കണ്ടപ്പോഴേക്ക്. ഇവന്മാർക്ക് ലൈംഗികത തന്നെയാണ് ഏറ്റവും മുഖ്യം. ഇത് തുറന്നു പറയണ്ടേ? പട്ടുവിരിക്കലും എടുപ്പുകൾ ഉണ്ടാക്കലും അല്ലാതെ എന്തുവാണ് ഇവരൊരു സമുദായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തുവാ ചെയ്യാനുള്ളത്? ഈ സമുദായത്തെ ഖുർആൻ പറഞ്ഞും ഹദീസ് പറഞ്ഞും സംസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കോ? ഇനി വേറൊരു മലര് കിണറ്റിലെ വെള്ളമാണ് അയാളുടെ ലക്ഷ്യം. ഇല്ലേ? എവിടെ? ഇതൊന്ന് കേട്ടോ വിട്ടങ്ങളെ. നമ്മുടെ നാട്ടില് വിവരമില്ലാത്ത ഒരുപാട് കൗമ്യങ്ങളുണ്ട്. അവരാണ് ഇതുപോലുള്ളവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? തലക്കെട്ട് കെട്ടിയ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള പണ്ഡിതന്മാര് ഇവരുടെ പിന്നില് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുട്ടാ. എല്ലാരും അല്ല, കുറച്ചു പേരൊക്കെ. ഞാൻ മഴക്കാലത്ത് കിണറിൽ വെള്ളം കലങ്ങത്തില്ല. അപ്പൊ 120 കലങ്ങളില്ല. 8 കൊല്ലായിട്ട് മഴക്കാലത്ത് കനത്ത വെള്ളം കലങ്ങാണ്. കനത്ത വെള്ളം മഴക്കാലം അതിന് കലങ്ങും. അത് മിക്കവാറും എല്ലാ വീടുകളിലുള്ള സംഭവമാണ്. 10 കിലോ പഞ്ചസാര മേടിച്ചെത്തപ്പോൾ അത് മാറിയത് 35 ഉറുപ്പില്ല. ഒരു പഞ്ചസാര 40-50 500 ഉറുപ്പിയുടെ ഉള്ളിൽ പരിപാടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടില്ല. മറ്റു വേറെ കിണറിന്റെ പരിപാടി ഇല്ല. അതൊരു കേട്ടോളൂ. 2 പേര് കുത്തി, 2 വെള്ളമില്ല. 3-ാമത്തെ സെറ്റ് കുത്തി നിർത്തിയതിനു ശേഷം ഇന്ന് ഫുള്ള് കിണറിന്റെ പരിപാടിയാ. 2 കിണർ കുത്തിയിട്ട് വെള്ളം കണ്ടില്ലാന്ന്. ചങ്ങായ, വെള്ളമുള്ള സ്ഥലത്ത് പോയിട്ട് കിണർ കുത്തിയാല് വെള്ളം കാണുന്നുണ്ടോ? അതിപ്പോ കിണർ പണിക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാവൂട്ടോ. ഇന്നലെ കാണിച്ചേ. ഒക്കെ മൂപ്പരെടുത്ത് വന്ന് പറഞ്ഞാൽ മതി. ഒക്കെ മൂപ്പര് സെറ്റാക്കി തരും. അവസാനം മൂപ്പര് മുൻകൂർ ജാമ്യം എടുക്കലുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അതൊക്കെ സ്വലാത്തിന്റെ കുറച്ച് കലാമത്തൊന്നും കേട്ടോ. ഇവിടെ കാരണം 1.5 കൊല്ലം മുമ്പ് പോയ സ്വർണ്ണാണ് കിട്ടി. നമ്മൾ ആരെങ്കിലും സ്വർണ്ണം കൊടുക്കുള്ള നമ്മളെ കണ്ണ് കാണിച്ചു. ഇതൊന്ന് കേട്ടോ വിട്ടങ്ങളെ. നമ്മുടെ നാട്ടില് വിവരമില്ലാത്ത ഒരുപാട് സഹിക്കാൻ വയ്യാതെ ഇവന്മാരുടെ വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും ഇന്ന് പബ്ലിക്കിൽ പൊളിച്ചടുക്കുന്നത് ആരാണെന്നറിയാമോ? ഇസ്ലാം മതവിശ്വാസികളാണ്. കാരണം അവർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. വെളിവുള്ള ആരും ഈ മതം സ്വീകരിക്കില്ലെന്നും ഈ മതത്തിലേക്ക് വരില്ലെന്നും വിശ്വസിക്കില്ലെന്നും ഒരു കാലത്ത്
ഈ മതത്തെ വാനോളം പൊക്കിക്കൊണ്ട് നടന്ന നമ്മുടെ രമേശൻ സ്വാമി ബ്രഹ്മ കൊഗ്നീഷൻ അദ്ദേഹം അടക്കം പറയുന്നു. ഒരു കാലത്ത് ഇവരെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ എന്നെയൊക്കെ അറഞ്ചം പുറഞ്ചം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇവരോടൊട്ടി നിന്നപ്പോൾ ശരിക്കും ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തുറന്നു പറച്ചിൽ. ഞാൻ അതും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. വെളിവുള്ള ആരും ഇവരുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന ചോദ്യം അത്യന്താപേക്ഷിതമായിട്ട് പബ്ലിക്കിനോട്, ഇസ്ലാം മത സമൂഹത്തോട് നമ്മൾ ചോദിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാരണം ഇവര് തന്നെ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇവർക്ക് തന്നെ മനസ്സിലായി ഇവര് മൊത്തവും പോക്കാണെന്ന്. ഇവര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും കാരണം ഇസ്ലാമിൽ നിന്നും വലിയ രൂപത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് ഇവര് തന്നെ പബ്ലിക്കിൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ റഹ്മത്തുള്ള കാസിമി മൂത്തേടമായിരുന്നാലും, അതല്ല എം അക്ബർ സാഹിബായിരുന്നാലും, അലിയാർ കാസിമി ആയിരുന്നാലും, ഇവരൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് പറയുവാണ് ഇസ്ലാമിൽ വലിയ രൂപത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? നിങ്ങളൊക്കെ തന്നെ മതി സാഹിബേ, നിങ്ങളിങ്ങനെ നിവർന്ന് നിന്നാ മതി. ആളുകൾ ശരിക്കും ഇതിനകത്തേക്ക് വരണോ പുറത്തേക്ക് പോകണോ എന്ന് നിങ്ങളുടെ ഇത്തരം വാളുകൾ തീരുമാനിക്കും, നിങ്ങളുടെ ഈ വഷളുകൾ തീരുമാനിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആരോടും എനിക്ക് സ്ഥായിയായിട്ടുള്ള ഒരു പിന്തുണയുമില്ല, ആരോടും സ്ഥായിയായിട്ടുള്ള വിമർശനങ്ങളുമില്ല. ആര് പറഞ്ഞാലും ആര്